മറ്റ് ഇൻട്രൊഡക്ഷനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങിയാണ്. ആ യാത്രേൻ്റെ ആദ്യത്തെ ദിവസത്തിൻ്റെ സന്ധ്യയ്ക്ക് ഒരു 7 മണിയോടെയാണ് നമ്മൾ ഹംപിയിലേക്ക് എത്തിയത്. ഹംപിയിലെത്തിയിട്ടില്ല, ഹംപിക്ക് തൊട്ടടുത്തുള്ള ടൗൺഷിപ്പായിട്ടുള്ള ഹൊസപ്പേട്ടിൽ മല്ലികൈ എന്ന് പറഞ്ഞൊരു നല്ലൊരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായത്. നമ്മളൊരു 7 മണിയായപ്പോഴത്തേക്ക് ഞാനും കേശുവും തന്നെയും കൂടി അവിടെ എത്തി. അത്രയും ലോങ് ഡ്രൈവിൻ്റെ ചെറിയൊരു ക്ഷീണമെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണമാണെങ്കിൽ കേശു ഒന്ന് ഛർദ്ദിച്ചതിൻ്റെയൊക്കെ ക്ഷീണമായിരുന്നു. പക്ഷേ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ചെക്ക് ഇൻ ചെയ്തു. നല്ല റിസോർട്ടായിരുന്നു, നല്ല ഫുഡുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ പൂളുണ്ടായിരുന്നു, പക്ഷേ പൂള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ രാവിലെ എണീച്ച് ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഒന്നിച്ചുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഹംപിയിലേക്ക് പുറപ്പെട്ടു. മിഡീവൽ ഹിസ്റ്ററി ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം തൊട്ട് വിജയനഗര സാമ്രാജ്യം ഭയങ്കര കൗതുകമില്ലൊരു പോർഷനായിരുന്നു. രാജ്യത്തിലെയും ലോകത്തിലെയും തന്നെ പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികളിലൊന്നായിരുന്നു വിജയനഗര സാമ്രാജ്യം. അപ്പോൾ അതിൽ ഈ കൃഷ്ണദേവരായരുടെ കാലമാണ് പിന്നെ ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പീക്ക് പോയിൻ്റ്. അത് അയാളാണ് വിജയനഗര സാമ്രാജ്യത്തിനെ അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. ആ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി. വിജയനഗര സാമ്രാജ്യം ഇന്നത്തെ ആധുനിക കേരളവും തമിഴ്നാടും ആന്ധ്രയും ഗോവയും മഹാരാഷ്ട്ര ചില ഭാഗങ്ങളിലും കൂടി പെടുന്ന വലിയൊരു സാമ്രാജ്യമായിരുന്നു. ഡെക്കാൻ സുൽത്താനേറ്റുമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പിന്നെ ഡിക്ലൈന് കാരണമാകുന്നത്. 1565 മറ്റാണ് തളിക്കോട്ട യുദ്ധം നടക്കുന്നതും അതിൽ പിന്നെ വിജയനഗര സാമ്രാജ്യം പിന്നെ പരാജയപ്പെടുന്നതും. യുദ്ധം എന്ന് വെച്ചാൽ വലിയ ഏതാണ്ട് 1,00,000 മേലെ സൈന്യം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗത്തും അത്ര തന്നെ 80,000-ഓളം സൈന്യം ഡൽഹി സുൽത്താനേറ്റിൻ്റെ അടുത്തും ഉണ്ടായിരുന്നു എന്നെല്ലാം പറയപ്പെടുന്നത്. ചരിത്രം അങ്ങനെയാണ്. അതിൽ പരാജയപ്പെട്ടു വിജയനഗര സാമ്രാജ്യം. പിന്നെ അതിൻ്റെ സൈന്യം പരാജയപ്പെട്ടു. ഡക്കാൻ സുൽത്താനേറ്റ് ഭീകരമായിട്ട് വിജയനഗര സാമ്രാജ്യത്തിനെ ആക്രമിച്ചു, നശിപ്പിച്ചു. മനോഹരമായിട്ടുള്ള ഹംപി നഗരം ഈ തളിക്കോട്ട യുദ്ധത്തിന് ശേഷം ഡൽഹി സുൽത്താനേറ്റിന് കീഴിലെ ഒരു ആർമി വിഭാഗം 6 മാസം അവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് അത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുത്തത്. എന്നിട്ടും പൂർണ്ണമായിട്ട് തകർക്കാനൊന്നും പറ്റിയില്ല. അതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങളാണ് നമുക്കവിടെ കാണാൻ പറ്റുമോ പോയാൽ. അത് ഒരു പ്രത്യേക ഫീലാണ്. അത് കണ്ടറിയണം. അവിടെ പോയാൽ ആടയിൽ ഓരോ കാര്യങ്ങളും നമുക്ക് കാണുമ്പം അത് നമ്മളെ പഴയ കാലത്തേക്ക് നമ്മളെ അതിങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും. കുറച്ച് ചരിത്രത്തിലെല്ലാം താല്പര്യമില്ല ആളുകളെല്ലാണെങ്കിൽ അതൊരു പ്രത്യേക ഫീലാണ്. അത് ഈ ബാഹുബലീൻ്റെ പിന്നെ കഥ, ബാഹുബലി പിന്നെ ആ പ്ലോട്ട്, ആ കൊട്ടാരം, അതിൻ്റെ സെറ്റ്, അതിൽ ഈ കാലകേയന്മാരെ പിന്നെ പറ്റി പറയുന്നുണ്ട്. അവർ ഒരു യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ നശിപ്പിച്ചിട്ടേ പോകുന്നു. അവർ കീഴടക്കുന്ന രാജ്യം നശിപ്പിച്ചിട്ടേ പോകുന്നു. അങ്ങനെയുള്ള ആ സാധനങ്ങളെല്ലാം എടുത്തത് ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കഥയെന്നാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ചരിത്രമില്ല ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തവണയെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് ഹംപി. ഇന്ത്യയുടെ ചരിത്രം, നമ്മുടെ നാടിൻ്റെ ചരിത്രം, നമ്മൾ ഉൾപ്പെടുന്ന ജീവിക്കുന്ന പ്രദേശം മുമ്പ് ഉണ്ടായിരുന്നൊരു പിന്നെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രദേശത്തിൻ്റെ ചരിത്രം എല്ലാം നമുക്ക് അവിടെ പോയാൽ നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതൊന്ന് കണ്ണടച്ച് അവിടെ പോയി നിന്നാൽ അതൊരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ പറ്റുന്നവരെന്തായാലും പോകണം. പിന്നെ ഞാൻ ഒരു ദിവസം എടുത്തിട്ടാണ് കംപ്ലീറ്റ് കണ്ടു തീർത്തത്. നമ്മളവിടെ പോയി, അവിടെ വണ്ടി കൊണ്ടുപോയി, വേറെ പരിചയമൊന്നും ഉണ്ടായിട്ടില്ല. സരിനെ വിളിച്ച് സരിൻ ഗൂഗിൾ മാപ്പെല്ലാം നോക്കി പോയിക്കോന്നെല്ലാം പറഞ്ഞു. പക്ഷേ അത് അത്ര പ്രായോഗികമായിട്ട് എനിക്ക് തോന്നാത്തതുകൊണ്ട് പിന്നെ അവിടെ പോകുമ്പോൾ തന്നെ കുറേ ഗൈഡുകൾ നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ അങ്ങനെ ആദ്യം നമ്മൾ വേണ്ടാന്നെല്ലാം വെച്ച് പോയി. പക്ഷേ നമുക്ക് അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലയെന്ന് മനസ്സിലായതുകൊണ്ട് വണ്ടി നമ്മൾ സൈഡാക്കിയിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ടുള്ളൊരു ഗൈഡ്, അയാൾ കേരളത്തിലെല്ലാം ടാക്സിയും കൊണ്ട് ശബരിമലക്കെല്ലാം വരുന്ന ഒരാളാണ്. അയാളെന്ന് വെച്ച് കൂടി 1000 റുപ്യ അയാൾക്ക് കൊടുത്തു, 800 റുപ്യ അയാൾക്ക് കൊടുത്തു. അയാൾ നമ്മളെ കൊണ്ട് പിന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും പോയി. 1-2 സ്ഥലം മിസ്സായി. പക്ഷേ അത് നമുക്ക് അത്ര മിസ്സായതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഒരുവിധമെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതിന്
പിന്നെ ഭക്ഷണം പിന്നെ ഈ ഹംപിയിലൊരു പ്രശ്നമാണ്. നല്ലൊരു ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ഹംപി. ഒരു വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് വരാൻ കുറച്ച് ലാഗ് ഉണ്ട്. ഇത് എഡിറ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഞാനത്ര എക്സ്പേർട്ടല്ല ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അടുത്ത വീഡിയോ കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരെയും പിന്തുണ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അപ്പോൾ ബൈ. സാമ്രാജ്യം അസ്മാകം അജേയം ആസൂര്യചന്ദ്രതാര